ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഫോറൻസിക്കിലെ PGയുടെ ഒരു ദിവസത്തെ ഒരു എങ്ങനെയാണ് പോകുന്നത് എനിക്ക് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട്. അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഫോറൻസിക് മെഡിസിനിൽ ഒന്നും നമുക്ക് കാണിക്കാനില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് മെഡിസിനിൽ. മറ്റ് ബ്രാഞ്ചുകളൊക്കെ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്നും നമുക്ക് പുറത്തോട്ട് കാണിക്കാനോ ഒന്നുമുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. സോ NHൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് തന്നെ ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഏരിയയിൽ മൊത്തം. പക്ഷേ നാളത്തേക്കുള്ള വലിയൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രക്രിയ ആയതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് സഹിക്കാം തൽക്കാലത്തേക്ക്. സോ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ കവാടം. പണ്ട് ESIയിലായിരുന്നു 2017 വരെയൊക്കെ. പക്ഷേ അന്നൊക്കെ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു ഹോസ്പിറ്റലായിരുന്നു ESIയുടെ കീഴിൽ, ESICയുടെ കീഴിൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല, ജനങ്ങളോട് ചോദിക്കണം. ചെന്ന് കയറിയ ഉടനെ ലെഫ്റ്റിലോട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഇതോ ആ കാണുന്നതാണ് മോർച്ചറി. രാവിലെ തന്നെ നമുക്ക് പഞ്ച് ചെയ്യണം. 9 to 4 ആണ്. ദിവസം 2 നേരം നമുക്ക് പഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയൊരു സ്കീമാണ്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറ്റിക്കും, പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ചെയ്യുന്ന പരിപാടിയാണത്. അതിനുശേഷം ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ കാണുന്നതാണ് ആദ്യം കാണുന്ന OPD. ഇത് നമ്മുടെ ടീച്ചിങ് ബിൽഡിങ്സ് ആണ്. UGCൻ്റെയും PGCൻ്റെയൊക്കെ ക്ലാസ്സൊക്കെ നടക്കുന്ന അവിടെയാണ്. അത് കഴിഞ്ഞ് ആ കാണുന്ന ബിൽഡിങ്ങാണ്, ഈ കാണുന്ന ബിൽഡിങ്ങാണ് കാഷ്വാലിറ്റി. ഈ നിൽക്കുന്ന ഭാഗം റേഡിയോളജിയുടെ ഭാഗമായിരുന്നു. ഇത് എൻ്റെ അകത്തിരിക്കുന്ന റൂമാണ്. സോ ഇവിടെയാണ് ബേസിക്കലി നമ്മൾ വന്നിരുന്നിട്ട് ജോലിയും മറ്റു കാര്യങ്ങളും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം ആവാറായി. സോ ഇന്നത്തെ ജോലിയും മറ്റു കാര്യങ്ങളും സാധാരണ എല്ലാ ദിവസങ്ങളും പോലെ തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ച് 4 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. ഇതാണ് വൈകുന്നേരത്തുള്ള അവസ്ഥ. അധികം ആളും പേരും ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ഹോസ്പിറ്റലാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഫോറൻസിക് മെഡിസിൻ എടുക്കുന്നത് തന്നെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ബ്രാഞ്ചിലേക്ക് അവസാനം എത്തുമെന്ന്. പക്ഷേ 3 വർഷത്തെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം. സോ ഇതാണ്.